परधारी यशोदानन्दन व्रज जनरञ्जना यशोदानन्दन व्रज जनरञ्जना यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री गदाधर श्रीवासादि गौरभक्तवृन्दा जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा गोपीजन वल्लभ राधा गोपीजन वल्लभ राधे जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव श्री श्री राधा गोपी जन वल्लभ भगवान की जय श्रील प्रभुपाद की जय श्री गुरुदेव की जय श्री सागौरन की जय। तो हरे कृष्णा। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवद्युत्तमश्लोके भक्तिर्भवति नष्टकी। तो हरे कृष्ण എല്ലാവർക്കും പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. സോ എല്ലാവരും ഈ 7 അധ്യായങ്ങളും ഒരുവിധം നന്നായി മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് അധ്യായങ്ങളില് പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചൊക്കെ കേട്ടു. പിന്നെ എന്താ നമ്മുടെ ശ്രീ നാരദ മുനിയും വ്യാസദേവനും തമ്മിലുള്ള സംവാദം നമ്മൾ കേട്ടു. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം രചിക്കാൻ ഇടയായ കാരണം, ഇതെല്ലാം നമ്മൾ കേട്ടു. പിന്നെ സുഖദേവ ബ്രഹ്മർഷിയെ കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ അധ്യായത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്
ദ്രോണപുത്രനായിട്ടുള്ള ശ്രീ അശ്വത്ഥാമാവിനെ കുറിച്ചിട്ടാണ് അല്ലെ. അശ്വത്ഥാമാവ് ആക്ച്വലി മറ്റ് എല്ലാവരും ഒരു ആധ്യാത്മിക ഇതുള്ള ആൾക്കാരായിരുന്നെങ്കിലും പക്ഷെ അശ്വത്ഥാമ എങ്ങനെയായിരുന്നു, അത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തില് ഈ അശ്വത്ഥാമാവിന്റെ വിവരണങ്ങളും എല്ലാം നമുക്ക് തന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും അശ്വത്ഥാമ നമ്മള് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ആ ശ്ലോകത്തിന്റെ ആ ഒരു വിവരണത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് അശ്വത്ഥാമയുടെ ആ ഒരു ചെറിയ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദ്രോണരുടെ പുത്രനായിരുന്നു അശ്വത്ഥാമ അല്ലെ. അപ്പൊ ആ ദ്രോണപുത്രൻ ദ്രോണാചാര്യ ഭയങ്കര ആധ്യാത്മികമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. ഈ പാണ്ഡവരുടെ എല്ലാം, കൗരവരുടെയും പാണ്ഡവരുടെയും എല്ലാവരുടെയും ഗുരു ആയിരുന്നു അദ്ദേഹം അല്ലെ. പക്ഷെ ഈ ദ്രോണരുടെ കയ്യിൽ നിന്നാണ് അർജുനൻ ഒരുപാട് ആയുധ വിദ്യകളെല്ലാം അഭ്യസിച്ചിരിക്കുന്നത് ദ്രോണാചാര്യയിൽ നിന്നാണ്. അപ്പൊ അശ്വത്ഥാമ വിചാരിച്ചു, എന്തുകൊണ്ട് അച്ഛൻ അർജുനനും ഇവർ മറ്റുള്ള പാണ്ഡവർക്കും എല്ലാം എല്ലാ ആയുധ വിദ്യകളും പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് എനിക്ക് എല്ലാ ആയുധ വിദ്യകളും പറഞ്ഞു തരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് അശ്വത്ഥാമാവിനുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ദ്രോണാചാര്യർക്ക് അറിയാം അത് അർഹതപ്പെടാത്ത കൈകളിൽ ആ ആയുധ വിദ്യ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകനാശത്തിനെ അത് സംഭവിക്കാനുള്ള ഇടയുണ്ടാക്കും എന്നുള്ള ഒരു ദീർഘവീക്ഷണം ആർക്കുണ്ടായിരുന്നു? ദ്രോണാചാര്യർക്കുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഒരു പിതാവ് എന്ന നിലയിൽ തൻ്റെ പുത്രന്റെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം എന്താ പറയാ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രമെല്ലാം ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ദ്രോണർക്കറിയാം അതായത് ഒരിക്കലും അശ്വത്ഥാമാവിന് ആ യോഗ്യത ഇല്ല എന്ന് ദ്രോണാചാര്യർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. എങ്കിലും അദ്ദേഹം അശ്വത്ഥാമാവിന് ആ ബ്രഹ്മാസ്ത്രം ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അശ്വത്ഥാമ ഈ എന്താ പറയാ ഇതെല്ലാം കഴിഞ്ഞിട്ട് ധർമ്മക്ഷേത്ര യുദ്ധമെല്ലാം കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തില് ദുര്യോധനൻ അവസാനം അശ്വത്ഥാമാവിനെയും സൈന്യാധിപനാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ യോഗ്യതയില്ലാത്ത ഒരാളെ ആ ആളുടെ കൈകളിൽ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ലെസണും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഒട്ടും ഒരു നേതാവ്, യോഗ്യതയില്ലാത്ത ഒരു നേതാവാണ് അശ്വത്ഥാമ. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ വിപത്തുകളും ഇതെല്ലാം നമുക്കുണ്ടാവും. അപ്പൊ ശരിക്കും ഒരു നേതാവിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വീക്ഷണം ഒക്കെ ഇല്ലാത്ത ആൾക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ പ്രജകൾക്ക് അനേകം ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്നും നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഓരോരോ സംഭവങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് ശരിക്കും എന്താ പറയാ ആ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണതലപ്പത്തിരിക്കുന്ന ആള് വളരെ ഭക്തിപൂർവമായിട്ടുള്ള ആധ്യാത്മിക വീക്ഷണത്തോടെ കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നുള്ള ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെ. നമ്മള് ശ്രീമദ് ഭാഗവതത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ മഹാരാജാവിന്റെ ഭരണത്തെക്കുറിച്ചും ധൃതരാഷ്ട്രരുടെ ഭരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു, അപ്പോൾ അവരുടെ പ്രജകൾക്കുള്ള ഇത് എന്തായിരുന്നു. ഇപ്പൊ ധൃതരാഷ്ട്രമൊക്കെ യുധിഷ്ഠിര മഹാരാജാവൊക്കെ ഭരിക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ഭരണം, അതായത് ആ പ്രജകൾക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും വേണ്ട നന്മ ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം ഭരണം പരിശുദ്ധ മഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു പരിശുദ്ധ മഹാരാജാവും ശരിയായ രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമായിരുന്നു അപ്പോഴായിരുന്നു നമുക്ക് കലിപുരുഷന്റെ
ആഗമനവും അതിനനുസരിച്ച് കലിയുടെ ബാധ നമുക്ക് വരുന്നതും ആ കലിയുഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പതുക്കെ നമുക്ക് കാട്ടി മനസ്സിലാക്കി വരുന്നതും അതിന്റെ പ്രഭാവം നമ്മളിലൊക്കെ വന്നു തുടങ്ങുന്നതൊക്കെ ഇപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അശ്വത്ഥാമ ഈ കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് ദുര്യോധനൻ എന്താ പറയാ, അശ്വത്ഥാമാവിനെ ഭയങ്കരമായിട്ട് ഇത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും നാശം നമുക്ക് ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ നമ്മൾ നിൽക്കണം എന്ന് ആ പറഞ്ഞ അവസരത്തിൽ തന്നെ അശ്വത്ഥാമ എന്ത് ചെയ്തു, പോയി പാണ്ഡവരുടെ ആ ഇതില് പോയിട്ട് ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അല്ലെ. അതിൽ ദ്രൗപദി മാത അതിയായ ദുഃഖം അനുഭവിച്ചു. അപ്പോ അത് കണ്ട് അർജുനന് സഹിക്കാൻ വയ്യാതെ അർജുനൻ അശ്വത്ഥാമാവിനെതിരെയായിട്ട് യുദ്ധത്തിന് ഒരുങ്ങി വരികയാണ് ചെയ്യുന്നത്. അല്ല, അശ്വത്ഥാമാവിനെ വധിച്ച് ആ ശിരസ് ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരാം എന്ന് ദ്രൗപദിക്ക് വാക്ക് കൊടുത്തിട്ടാണ് അർജുനൻ പോകുന്നത്. അപ്പൊ അശ്വത്ഥാമാവിനെ എതിർക്കാനായിട്ട് അർജുനൻ ഭയങ്കരമായിട്ടുള്ള ശരങ്ങളൊക്കെ എഴുതുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള അശ്വത്ഥാമാവിന്റെ ആ ഒരു മാനസിക അവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഈ ശ്ലോകം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ്. ഓക്കെ, ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന അധ്യായത്തിലുള്ളതാണിത്. ശ്ലോകം നമ്പർ 19. യഥാ ശരണമാത്മാനം ഐക്ഷതാശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനി ആത്മത്രാണം ദ്വിജാത്മജഃ. യഥാ ശരണമാത്മാനം ഐക്ഷതാശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനി ആത്മത്രാണം ദ്വിജാത്മജഃ. അപ്പൊ ഇവിടെ വേർഡ് ബൈ വേർഡ് മീനിങ്. യഥാ എപ്പോൾ, അശരണം മറ്റൊന്നിനാലും സംരക്ഷിക്കപ്പെടാതെ, ആത്മാനം സ്വയം, ഐക്ഷത ദർശിച്ചു, ശ്രാന്തവാചിനം അശ്വങ്ങൾ ക്ഷീണിതമാകയാൽ, അസ്ത്രം ആയുധം, ബ്രഹ്മശിര പരമമായ അഥവാ ആത്യന്തികമായ അണ്വായുധം, മേനെ പ്രയോഗിച്ചു, ആത്മത്രാണം ആത്മരക്ഷാർത്ഥം, ദ്വിജ ആത്മജഃ ബ്രാഹ്മണാത്മജൻ. ഇനി വിവർത്തനം. തന്റെ അശ്വങ്ങൾ തളരുന്നത് കണ്ട ബ്രാഹ്മണാത്മജൻ അല്ലെങ്കിൽ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം എന്ന ആത്യന്തികമായ ആയുധത്തെ പ്രയോഗിക്കുകയല്ലാതെ തന്റെ സംരക്ഷണത്തിന് യാതൊരു പോംവഴിയുമില്ലെന്ന് പരിചിന്തിച്ചു. മനസ്സിലായോ? അപ്പൊ ഇവിടെ അർജുനൻ തുടരെ ശരങ്ങൾ വർഷിക്കുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അർജുനന്റെ ആ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിന് വേറെ ഒരു പോംവഴിയില്ല, തന്നെ രക്ഷിക്കാനായിട്ട് എനിക്കിനി വേറെ യാതൊരു മാർഗവും ഇല്ല അല്ലെ. അശരണം മറ്റൊന്നിനാലും സംരക്ഷിക്കപ്പെടാതെ അല്ലെ എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇതാക്കിയത്? തന്റെ അശ്വങ്ങളെല്ലാം ക്ഷീണിതരായി. ശ്രാന്തവാചിനം എന്ന അവിടെ ശ്ലോകത്തിൽ പറയുന്നത്. തന്റെ അശ്വങ്ങളെല്ലാം വളരെ ക്ഷീണിതനായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രഹ്മശിര, അതായത് പരമമായ ആത്യന്തികമായിട്ടുള്ള ആ ഇത് വർഷിക്കുക. എന്താണത്? ബ്രഹ്മാസ്ത്രം. അത് ഇതാക്കാനായിട്ട് പ്രയോഗിക്കാനായിട്ട് അശ്വത്ഥാമ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ദ്വിജ ആത്മജ എന്ന് പറഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രാഹ്മണൻ എന്ന അർത്ഥം. അപ്പൊ ആ ബ്രാഹ്മണ പുത്രൻ, ദ്രോണാചാര്യരുടെ പുത്രനായതുകൊണ്ട് ബ്രാഹ്മണപുത്രൻ എന്നുള്ള ആ ഒരു വിശേഷണം കൂടിയിട്ട് അശ്വത്ഥാമാവിന് ഇവിടെ നൽകുകയാണ്. അപ്പൊ ഇനി നമ്മുടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദ് എങ്ങനെയാണ് അതിന്റെ വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. മറ്റൊരു മാർഗവും ഇല്ലെന്ന് വരുന്ന ഘട്ടത്തിൽ അവസാന മാർഗം എന്ന നിലയിൽ മാത്രമേ ബ്രഹ്മാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അണ്വായുധം പ്രയോഗിക്കാറുള്ളൂ.
അപ്പൊ ഇവിടെ നമുക്ക് യാതൊരു മാർഗവും ഇല്ല എന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത്, വരുമ്പോൾ മാത്രമേ എന്ത് പ്രയോഗിക്കാവുള്ളൂ? ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു നേതാവിന് ശരിയായ രീതിയിലുള്ള ഒരു നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ ബുദ്ധിയാൽ അത് ഏത് സമയത്ത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അശ്വത്ഥാമ ഇവിടെ ദ്വിജാത്മജ എന്ന പദം ഇവിടെ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ട് അയാൾക്ക് ബ്രാഹ്മണ ഗുണങ്ങൾ വന്നു ചേരണമെന്നില്ല. കാരണം നമുക്ക് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കർമ്മങ്ങളെ കൊണ്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെ കർമ്മങ്ങളെ കൊണ്ടാണ് അവരെ ഏത് കുലത്തിലാണ് എന്നുള്ളത് നിശ്ചയിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഡോക്ടറുടെ മകനെ നമുക്ക് ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം പഠിച്ച് അതിനുള്ള അർഹത നേടിയെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഡോക്ടറായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ള ഈ അശ്വത്ഥാമാവിന്റെ പ്രവർത്തികള് ഒരു ബ്രാഹ്മണന് യോജിച്ച രീതിയിലുള്ളത് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് അല്ലെ. അദ്ദേഹം ദ്രൗപദി മാതയുടെ 5 പുത്രന്മാരെയും യാതൊരു ഇതും ഇല്ലാതെ നിഷ്കരണം വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തെന്നാൽ ദ്രോണാചാര്യരുടെ പുത്രൻ എങ്കിൽ തന്നെയും അശ്വത്ഥാമാവ് ശരിക്കും ഒരു യോഗ്യനായ ബ്രാഹ്മണനായിരുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ മഹാവിവേകിയായ ഒരാളെ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്, അല്ലാതെ അത് പാരമ്പര്യ പട്ടമല്ല എന്നാ പറയുന്നത്. അപ്പോ ഇങ്ങനെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ? ബ്രാഹ്മണ ബന്ധു, ബ്രഹ്മബന്ധു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ബ്രാഹ്മണ ബന്ധു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പൂർവമായി അശ്വത്ഥാമാവിനെ ബ്രഹ്മബന്ധു അഥവാ ബ്രാഹ്മണന്റെ ബന്ധു എന്നും വിശേഷിപ്പിച്ചിരുന്നു. അപ്പൊ ഒരു നമ്മൾ ഏത് കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത് ആ ക്വാളിറ്റി നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ബ്രാഹ്മണന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്നത് അല്ലെ. ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെല്ലാം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഒന്നുമില്ലാത്ത ഒരാള് ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞിട്ട് അവര് ഇതൊന്നും പാലിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവരെ ബ്രഹ്മബന്ധു അല്ലെങ്കിൽ ബ്രാഹ്മണ ബന്ധു എന്നാ പറയുന്നത്. ഒരിക്കലും ദ്വിജൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല എന്നാ പറയുന്നത്. ഒരു ബ്രാഹ്മണന്റെ ബന്ധുവായി തീരുക എന്നാൽ യോഗ്യതാപരമായി ബ്രാഹ്മണായിരിക്കുക എന്ന അർത്ഥമില്ല. കണ്ടോ? ഇപ്പൊ ബ്രാഹ്മണ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ബ്രാഹ്മണന്റെ യോഗ്യതകൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജന്മന ഉള്ള ആ ക്വാളിറ്റി അദ്ദേഹത്തിനുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബ്രാഹ്മണനായിട്ട് ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണല്ലോ നമുക്ക് ശ്രീല പ്രഭുപാദ് നമുക്ക് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് വെച്ച് തരുന്നുണ്ട് അല്ലെ. ഗുരുവാശ്രയ ദീക്ഷ, പിന്നെ ബ്രാഹ്മണ ദീക്ഷ, അങ്ങനെ സന്യാസം, അങ്ങനെയുള്ള ആ ഒരു ലെവല് നമുക്ക് വെക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങള്, നമ്മുടെ പെരുമാറ്റ രീതികള്, നമ്മുടെ ചിന്താഗതികള്, നമ്മുടെ ഇതെല്ലാം ആ ഒരു ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിനനുസരിച്ച് നമുക്ക് ഉയർന്നു കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് ആ സ്റ്റേജിൽ ഇരിക്കാനായിട്ട് നമ്മൾ അർഹരാവുകയുള്ളൂ. ഓക്കെ. അപ്പൊ പൂർണ്ണ യോഗ്യതയുണ്ടെങ്കിൽ മാത്രം ബ്രാഹ്മണ ബന്ധുവിനെയോ ബ്രാഹ്മണ പുത്രനെയോ നമുക്ക് ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാം. അല്ലാത്ത പക്ഷം അരുത്. അശ്വത്ഥാമാവിന്റെ തീരുമാനം അപക്വമായതിനാൽ ഇവിടെ മനഃപൂർവ്വമായി അദ്ദേഹത്തെ ബ്രാഹ്മണാത്മജൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കണ്ടോ? അപ്പൊ എന്താ പറയാ, ഈ ശ്ലോകത്തില് ബ്രാഹ്മണാത്മജൻ എന്ന് പറയാനുള്ള കാരണം അശ്വത്ഥാമാവ് ശരിക്കും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉള്ള ഒരാളല്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല അല്ലെ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഈശ്വരന്റെ ജ്ഞാനം നമുക്ക് നേടണമെങ്കിലും അതിനും വേണം നമുക്കൊരു യോഗ്യത. ആ യോഗ്യത ഇല്ലാതെ നമുക്ക് ഈ ഈശ്വരജ്ഞാനം നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും അല്ലെ. നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞു കഴിയുമ്പോഴും അതിൽ എത്ര പേരാണ് ശരിയായ രീതിക്ക് അത് ഗ്രഹിക്കുന്നതും എത്ര പേര് അത് റിജക്ട് ചെയ്തിട്ട് കളയുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട്
സാധിക്കും. സോ അതിനുള്ള ഒരു യോഗ്യത നമുക്കൊരു ഈശ്വരജ്ഞാനം നേടണമെന്നുണ്ടെങ്കിലും നമുക്കും അതിനൊരു യോഗ്യത വേണം അല്ലെ. അപ്പൊ അത് എന്താ പറയണത്, ഇപ്പൊ ഭഗവാനെ കുറിച്ചുള്ള നോളേജ്, നമുക്ക് ഒരു ശ്ലോകം ഉണ്ടല്ലോ, എന്താണ്, ഹരികഥാമൃതം ശ്രവണ നൈവ കർത്തവ്യം സർപ്പോച്ചിഷ്ടം യഥാപയ എന്നുള്ളത്. ഇപ്പോ പാല് വളരെ ശുദ്ധമായിട്ടുള്ള പാലാണ്, പക്ഷെ ആ പാല് ഒരു സർപ്പം വന്ന് അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സർപ്പത്തിന്റെ ഉച്ഛിഷ്ടമായി അതെന്താകും, അത് വിഷമാവും. പക്ഷെ പാല് പരിശുദ്ധമാണല്ലോ അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ഭക്തി ഇല്ലാത്ത, അതായത് നമ്മള് വെറുതെ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഭക്തി ഇല്ലാത്ത, അത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ള ആളാണെങ്കിലും ശരി, ഒരു ഭക്തി ഇല്ലാതെ എന്താ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നതും ശ്രീമദ് ഭാഗവതങ്ങൾ ഉപദേശിക്കുന്നതും അവരിൽ നിന്നൊക്കെ നമ്മൾ ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ് അവിടെ, അതാണ് സർപ്പോച്ചിഷ്ടമാവുന്നത് അല്ലെ. അപ്പൊ അവരുടെ മുഖത്തിൽ നിന്ന് നമുക്കിത് നമ്മൾ ശ്രീമദ് ഭാഗവതം ഇത്രയും പവിത്രമായിട്ടുള്ള, അത് ഭാഗവതം പവിത്രമാണ്, പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഹരികഥ കേൾക്കുന്നത് കാശിന് വേണ്ടി പറയുന്നവരുടെ അടുത്ത് നിന്നാവരുത്. അത് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന ആൾക്കാരായിരിക്കണം. അവര് നിരന്തരം ഭക്തിയുത സേവനത്തിൽ മുഴുകി അവരുടെ എന്താ പറയാ സ്വന്തം ശരീരവും പ്രവൃത്തികളും മനസ്സും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴാണ് അതായിട്ടുള്ള ഒരു എഫക്റ്റ്, അതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം, ഇപ്പൊ ദ്രോണാചാര്യരുടെയും അശ്വത്ഥാമാവിന്റെയും ക്വാളിറ്റീസ് തമ്മില്. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു അല്ലെ, അശ്വത്ഥാമ എന്ന ആന മരിച്ചു എന്നുള്ള വിവരം. അത് എന്ന ആന എന്നുള്ളത് വളരെ സ്ലോയിലും പതുക്കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യ വിചാരിച്ചു അശ്വത്ഥാമ തന്റെ പുത്രൻ മരിച്ചു എന്നുള്ള ആ ഒരു ധാരണയില് ദ്രോണാചാര്യ എന്ത് ചെയ്തു, ദ്രോണാചാര്യ രഥത്തിൽ നിന്നും ഇറങ്ങി എല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാനെ പരമാത്മാവായിട്ട് ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനനിരതനായിട്ട് നിന്നു എന്നാണ് പറയുന്നത് ദ്രോണാചാര്യര് അല്ലെ. ആ സമയത്താണ് ദ്രോണാചാര്യ വധിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. അപ്പോ അതിനുശേഷം ദ്രോണാചാര്യ മരിച്ചു എന്നുള്ള വാർത്ത അശ്വത്ഥാമ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അശ്വത്ഥാമയുടെ റിയാക്ഷൻ? അദ്ദേഹം എന്ത് ചെയ്തു, ഇത് ചെയ്തിട്ടുള്ള ഭീമന്റെയും അർജുനന്റെയും കഥ ഞാൻ ഇന്ന് തന്നെ കഴിക്കും, അവരെ ഇനി ഞാൻ ഭൂമിയിൽ വച്ചേക്കില്ല. സോ ആ രണ്ട് ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. അപ്പോ നമ്മള് അതിനെക്കുറിച്ച് വരും വരായികളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവര് നമ്മളെ ഇതാക്കിയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റി എന്താണെന്നോ അവരാരാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാതെ, ഇപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിനെ തന്നെ നോക്കിക്കേ. പരീക്ഷിത്ത് മഹാരാജാവിന് ശൃംഖിയിൽ നിന്നും ഇത് കിട്ടി, എന്താ ശമീക മഹർഷിയുടെ പുത്രന്റെ കയ്യിൽ നിന്നും ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു രാജാവാണ്, അദ്ദേഹം ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ഭരണ ചക്രവർത്തിയൊക്കെ ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്തായിരുന്നു ചെയ്തത്? ഈ മരിക്കാൻ 7 ദിവസം മാത്രം ബാക്കിയുള്ള ഒരാള് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് അദ്ദേഹം ആധ്യാത്മിക രീതിയിലാണ് അത് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വരുന്ന ഓരോ ഇതും സംഭവങ്ങളും നമ്മൾ അത് ആധ്യാത്മിക രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ അശ്വത്ഥാമാവിനെ പോലുള്ള ഓരോ ഇതൊന്നും നമുക്ക് ആരെയും ബാധിക്കില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്നതിനും ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവ കാരണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും 2 കാരണങ്ങളുണ്ട് അല്ലെ. അതുകൊണ്ടാണ് സർവ കാരണം എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് കോസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു കാരണം. പിന്നെ അടുത്ത കാരണം എന്താണ്? അൾട്ടിമേറ്റ് കോസ്, അത് ഒരു പരമമായിട്ടുള്ള ഒരു കാരണമാണ്
അല്ലെ? ഇപ്പൊ നമുക്ക് ഒരാള് വന്നിട്ട് നമ്മളെ ഒന്ന് അടിച്ചു എന്ന് വിചാരിച്ചോ, പെട്ടെന്ന് വന്നിട്ട് ഒരു അടി കിട്ടി നമുക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വേദനിച്ചു. പക്ഷേ ഈ ആ വേദന നമുക്ക് അത് ആ ഇനിയൊരാളാണ് നമ്മളെ അടിച്ചത്. അപ്പൊ ആ ഇമ്മീഡിയറ്റ് കോസ് എന്താണ്? അത് അയാളിൽ നിന്ന് ഒരു അടി കിട്ടണം എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാകും, അല്ലെ? അപ്പൊ നമുക്ക് ആ അടി കിട്ടി അയാളാണ് കാരണം, അയാള് കാരണമാണ് എനിക്ക് അടി കിട്ടിയത്. അപ്പൊ ആ ഒരു ഇമ്മീഡിയറ്റ് കാരണം അതാണ് നമുക്ക്. ഇനി അൾട്ടിമേറ്റ് കോസ് എന്താണ് നമുക്ക് വരുന്നത്? നമുക്കിപ്പോ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ആളിൽ നിന്നും അടി കിട്ടണം എന്നുള്ള ഒരു യോഗം നമുക്കുണ്ടാകും. അത് നമുക്ക് ഒരിക്കലും തടുക്കാൻ പറ്റില്ല. അത് നമുക്ക് അൾട്ടിമേറ്റ് കോസ് ആണ്. അപ്പൊ നമ്മളെ ഓരോരുത്തർക്കും സംഭവിക്കുന്നതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭൗതികവാദി ഈ ഇമ്മീഡിയറ്റ് കോസിനെ മാത്രമേ നോക്കാറുള്ളൂ. എന്തുകൊണ്ട് അയാൾ എന്നെ അടിച്ചു എന്നുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. ഇനി ഒരു ആധ്യാത്മികവാദി എങ്ങനെയായിരിക്കും അതെടുക്കുന്നത്? എനിക്ക് അതിനുള്ള ഒരു യോഗം ഉണ്ടാവും, അത് ഞാൻ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയിൽ അദ്ദേഹം എത്തും. അപ്പോ അതാണ് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? അശ്വത്ഥാമാവിന്റെയും ദ്രോണാചാര്യരുടെയും. അപ്പൊ നമുക്ക് ഈ സുഖവും ദുഃഖവും ഒക്കെ നമ്മളാണ് അതിന്റെ കാരണക്കാര്, നമ്മൾ തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ നമുക്ക് വരുന്ന എല്ലാ ദുഃഖത്തിനും എല്ലാ സുഖത്തിനും കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇനി ഒരാളെ നമ്മൾ പഴിക്കേണ്ട കാര്യമില്ല. എന്തിനാ നമ്മൾ പഴിക്കേണ്ട കാരണം നമുക്ക് അതിനുള്ള ആ ഒരു അൾട്ടിമേറ്റ് കോസ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനുള്ള ഒരു ദുഃഖം നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളപ്പോ അതിനെ ശരിയായ രീതിയിലായിരിക്കും ഇത്. അപ്പൊ അതൊക്കെ ഈ എല്ലാ ഇതിൽ നിന്നും നമുക്ക് മോചനം നേടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ളൊരു വിദ്യ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം, ജ്ഞാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ജ്ഞാനമാണ് നമ്മളെ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നതും. അങ്ങനെ ജ്ഞാനവും വൈരാഗ്യവും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെ? അപ്പൊ യഥാർത്ഥ ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? അതിനും നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് മറുപടി പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അതായത് എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മള് എന്താ പറയാ, ഭഗവാനെ തന്നെയാണ്, അല്ലെ? തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയഃ പൂജ്യശ്ച നിത്യത. അതായത് ഭഗവാനെ തസ്മാത് ഏകേന മനസാ, ഭഗവാനെ ഏക മനസ്സോടെ നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം, ഭഗവാന്റെ ലീലകൾ നമ്മൾ കേൾക്കണം, ഭഗവാനെ കുറിച്ച് നമ്മൾ കീർത്തിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ, ഈ ഭൗതികമായിട്ടുള്ള ഈ കൽമഷങ്ങളിൽ നിന്നും ഭൗതികമായിട്ടുള്ള ഈ ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മോചനം നേടാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? ഇപ്പൊ ഇവിടെ അശ്വത്ഥാമ 2 തവണയാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു തവണ അർജുനന്റെ നേരെ പ്രയോഗിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണുന്നില്ലേ, അത് അർജുനന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? ഭഗവാനെ കംപ്ലീറ്റ് ശരണം പ്രാപിക്കുകയാണ്, അല്ലെ? കൃഷ്ണ കൃഷ്ണ മഹാബാഹ ഭക്താനാമ ഭയങ്കര ത്വമേകോ ദഹ്യമാനാനം അഭവർഗോസി സംസ്കൃതേ എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ അർജുനന്റെ ഹെൽപ്പിന് വരുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ 2ാമത്തെ തവണ അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം ആരുടെ നേരെ പ്രയോഗിച്ചു? ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവായ പരീക്ഷത്തിന് നേരെ പ്രയോഗിച്ചു. അപ്പോ ആ പരീക്ഷത്തിന് നേരെ പ്രയോഗിച്ചപ്പോഴും ഉത്തര ചെയ്തത് എന്തായിരുന്നു? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാണ്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം, അല്ലെ? ഇതെല്ലാം വളരെ സ്ട്രോങ് പ്രേയേഴ്സ് ആണ് ഇതെല്ലതും. അപ്പോ നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും ഇതൊക്കെ നമുക്ക് നേരിടുമ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് ആരെയാണ്? തസ്മാത് ഏകേന മനസ്സ്, ഒരേ ഒരു മനസ്സോട് കൂടിയിട്ട്
നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ ദ്രൗപദിയുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ദ്രൗപദി ആ സഭയിൽ വെച്ചിട്ട് ദ്രൗപദിയെ അപമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴും ദ്രൗപദി പലരെ വിളിച്ചും അത് താണിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് രക്ഷിക്കാനായിട്ട്, അല്ലെ? പക്ഷെ ഭഗവാൻ അവിടെ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ദ്രൗപദിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദ്രൗപദി ശരിയായിട്ടും പൂർണ്ണമായിട്ടും എന്നെ ശരണം പ്രാപിക്കുന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരണാഗതിയിൽ നമുക്ക് പറയുന്നില്ലേ, എന്താണ് അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജിതാഹ രക്ഷിച്ച, അതായത് നമുക്ക് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളത് എന്ത് വില കൊടുത്തും നമ്മൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതേപോലെ തന്നെ പ്രതികൂലസ്യ വർജിതാഹ പ്രതികൂലമായിട്ടുള്ളത് എത്ര തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും അത് വർജിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം, അല്ലെ? അതൊക്കെ നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മള് ഭഗവാനാണ് എന്നെ രക്ഷിക്കുന്ന ഒരേ ഒരു വ്യക്തി, രക്ഷിച്ചാ ഇത് വിശ്വാസോ, അതായത് ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്നെ ഭഗവാൻ പൂർണ്ണമായിട്ടും എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അവിടെ ചഞ്ചലപ്പെടാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതെന്താണ്, നമ്മൾ പല രീതിയിലും അതിനെ പല ഭാഗത്തു നിന്നും നമ്മൾ അതിന്റെ സൊല്യൂഷൻ തേടി നമ്മൾ അലയും, അല്ലെ? നമ്മൾ ഒരേ തസ്മാത് ഏകേന മനസ്സ, ഒരേ ഒരു മനസ്സോട് കൂടിയിട്ട് ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവെടിയില്ല എന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ ഒരുപാട് ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ശരിക്കും റിയലൈസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വെറുതെ വായിച്ചു വിട്ടത് കൊണ്ട് കാര്യമായില്ല, ഇപ്പൊ ജ്ഞാനം നേടിയത് കൊണ്ട് നമുക്ക് കാര്യമായില്ല. അത് വൈരാഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്, ആ വൈരാഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ വൈരാഗ്യത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടണം, അല്ലെ? ആ യഥാർത്ഥ ജ്ഞാനം എവിടെ നിന്നാണ്? ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ജ്ഞാനം നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ആ വൈരാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭക്തിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാ പറയുന്നത്. ഇവിടെ അശ്വത്ഥാമാവിന് കൊടുത്തിട്ടുള്ള ശാപം അത് ഒരു എന്തായിരുന്നു? ഭഗവാനും എല്ലാവരും അശ്വത്ഥാമാവിനെ കൊല്ലണം എന്നുള്ള ഒരു ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ ദ്രൗപദി മാത എന്താ പറഞ്ഞത്? അശ്വത്ഥാമാവിന്റെ അമ്മയ്ക്ക് അല്ലെ, കൃപി ഞാൻ എന്നെ പോലെ തന്നെയല്ലേ അശ്വത്ഥാമാവിന്റെ ആ ബ്രാഹ്മണ പത്നിയും, ആ ബ്രാഹ്മണ പത്നിക്ക് എന്നെ പോലുള്ള ദുഃഖം ദയവ് ചെയ്ത് കൊടുക്കരുത്, കാരണം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം ഇനി ഒരാൾക്ക് നൽകരുത്, അല്ലെ? പിന്നെ പുത്രനും കൂടിയാണ്. ആ ഗുരുവിനോടുള്ള ആ ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തെ വധിക്കരുത് എന്ന് കാരണം ഇത്രയും 5 മക്കളും നഷ്ടപ്പെട്ടിട്ടുള്ള ആ ദ്രൗപദി മാത വീണ്ടും എന്താ പറയാ, അശ്വത്ഥാമാവിനോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ആ ദ്രൗപദി മാതയുടെ ക്വാളിറ്റിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്ലെ? അതാണ് ആധ്യാത്മിക രീതിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ ആർജിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഈശ്വര കാരുണ്യം നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ദ്രൗപദി മാത ഇവരെല്ലാം ആശ്രയിച്ചിട്ടും ആരിൽ നിന്നും ആ ഒരു ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഭഗവാനെ 2 കൈ ഉയർത്തി ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴാണ് ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ഭഗവാൻ ദ്രൗപദിയുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നത്, അല്ലെ? നമുക്കത് ഗജേന്ദ്രന്റെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗജേന്ദ്രന്റെ എല്ലാം വിട്ടിട്ടുള്ള, കാരണം ബാക്കി ഒരു ആശ്രയവും ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ഭഗവാൻ അതാണ് നമ്മളെ ഇതാക്കുന്നത്. നമ്മൾ പല
മറ്റുള്ളവരിൽ നിന്നെല്ലാം നമുക്ക് അവിടെ പോയാൽ സുഖം കിട്ടുമോ, ഇവിടെ പോയാൽ സുഖം കിട്ടുമോ, നമ്മൾ ആ സുഖത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്ലേശങ്ങളെല്ലാം സഹിച്ച് ആ സുഖത്തിന് വേണ്ടി ഇന്നത്തെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ഒരു 90% ഇതിന് ഇങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മള് എല്ലാം നമുക്ക് വരുന്നതെല്ലാം ഭഗവത് ഇച്ഛയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ പൂർണ്ണമായി നമുക്ക് ശരണം പ്രാപിച്ചുകൊണ്ട് ഈശ്വരനെ കീർത്തിക്കുകയും ഇല്ലേ. ഇപ്പൊ ഒരു മരണമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് എപ്പോഴാ എന്തുകൊണ്ടാ മരണം സംഭവിക്കുന്നത്? നമ്മള് ജനിച്ചത് കൊണ്ട് ആണല്ലോ നമുക്ക് മരണം സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ ജനനമില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. അതെവിടെയാ? വൈകുണ്ഠ ലോകത്ത് അല്ലെ. അപ്പൊ ആ ഭഗവാന്റെ അടുക്കിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതത്തിൽ അതിനുള്ള എളുപ്പ വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ കലിയുഗത്തിൽ നമ്മള് ആചരിക്കേണ്ട കാര്യങ്ങൾ, കലിയുഗം ദോഷം നിറഞ്ഞതാണ്, മുഴുവനും കലേർ ദോഷേ നിധേയരാജൻ അത്തി ഏകോ മഹാൻ ഗുണഃ. കലിയുഗം ഒരുപാട് ദോഷങ്ങൾ നിറഞ്ഞതാണ്, പക്ഷെ ഒരേ ഒരു നല്ല ഗുണമുണ്ട്. എന്താണ്? കീർത്തന ഏവ കൃഷ്ണസ്യ മുക്തസംഗം പരം വ്രജേ എന്നുള്ളത് അല്ലെ. ഭഗവാനെ കീർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് വളരെ വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ നാമത്തിനെ തന്നെ നമ്മൾ ആശ്രയിക്കുക. കലിയുഗത്തില് വേറെ യാതൊരു എന്താ പറയാ, നാസ്തേവ ഗതിരന്യത എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേറെ യാതൊരു വഴിയുമില്ല, യാതൊരു വഴി. അപ്പൊ അത് നമ്മൾ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ട് ആ നാമത്തിനെ നമ്മൾ മുറുക്ക പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ നാമരുചി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വേറെ ഒരു കാര്യത്തിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു ഇന്ദ്രിയ ആസ്വാദനത്തിനൊന്നും നമുക്ക് ഒരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല. ആ നാമരുചി നമുക്ക് കിട്ടണം അല്ലെ. പറഞ്ഞില്ലേ, നാമരുചി നമുക്ക് വേണം, വൈഷ്ണവ സേവ നമുക്ക് വേണം, ജീവദയ നമുക്ക് വേണം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്, മറ്റുള്ളവരെയും ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതല്ലേ നമ്മളോട് ഗുരു മഹാരാജും പറയുന്നത് അല്ലേ. എന്റെ മിഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് നമുക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ജീവദയ നമുക്ക് മറ്റുള്ള ജീവാത്മാക്കൾക്കും ഈ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ നോക്കണം എന്നാ പറയുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മൾ വൈഷ്ണവ സേവയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതെയായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ, പ്രണാമം എല്ലാവർക്കും. എന്തെങ്കിലും ഹരേ കൃഷ്ണ മാതാജി. പിന്നെ അർജുനന് ഇത് അസ്ത്രം വരുമ്പോൾ ചൊല്ലി ആ കീർത്തന ശ്ലോകം ഒന്ന് പറഞ്ഞു തരുമോ? ഏതിലാന്ന് പറഞ്ഞാലും മതി, ഞാൻ നോക്കിയെടുത്തോളാം. അത് നമ്മുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരുന്നുണ്ട് മാതാജി. ഈ 22ാമത്തെ ശ്ലോകത്തിൽ അത് വരുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട് അത്. ഹരേ കൃഷ്ണ, താങ്ക് യു. കൃഷ്ണ കൃഷ്ണ മഹാബാഹു എന്നുള്ളത്. ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ? മാതാജി, നമ്മുടെ വൈകുണ്ഠ ലോകത്ത് പോയാല് നമ്മൾ ചെയ്ത പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണല്ലോ കേട്ടത്. നമ്മൾ വൈകുണ്ഠ ലോകത്ത് പോയാല് നമ്മൾ ചെയ്ത പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിലേക്ക് ജനനം കിട്ടുമെന്നാണല്ലോ പറയുന്നത്. വൈകുണ്ഠ ലോകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീണ്ടും ഒരിക്കൽ, കാരണം നമ്മൾ ഇവിടെ വന്നത് നമ്മൾ പണ്ടൊക്കെ അവിടെ ആയിരുന്നു. നമുക്ക് ചില അസൂയകൾ നമുക്ക് വന്നു പെട്ടു. അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് പറയുന്നില്ല. ആ വന്നു പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത്, ശരി, നിങ്ങളുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് നമുക്ക് ഭഗവാനോടൊരു അസൂയ വന്നത് കൊണ്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് പതിച്ചതും. പക്ഷെ വൈകുണ്ഠ ലോകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നില്ലേ, അതായത് നദത് ഭാസിയതേ സൂര്യോ നശശാങ്കോ ന പാവകഃ യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമാ പരമം മമ എന്നുള്ളത്. എന്റെ ലോകത്തിൽ എത്തിക്കഴിഞ്ഞവർക്ക് ഇനി ഒരു ജന്മമില്ല എന്ന് ഭഗവാൻ നമുക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞ എന്റെ ലോകം ഗോലോക വൃന്ദാവനമല്ലേ മാതാജി? അത് വൈകുണ്ഠ ലോകത്തിന്റെ എന്താ പറയാ, ക്യാപിറ്റലാണ് ഗോലോക വൃന്ദാവനം.
ഓ ഓ അത് ശരി. ഓക്കെ മാതാജി, താങ്ക് യു. മാതാജി ബ്രഹ്മോത്സവത്തിന് വരുന്നില്ലേ? വരുന്നുണ്ട് മാതാജി. ഓക്കെ ഓക്കെ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി അപ്പം ഗോലോകത്തിലെത്തിയാലും വൈകുണ്ഠ ലോകത്തെത്തിയാലും റിട്ടേൺ ഇല്ല, തിരിച്ചൊരു വരവില്ല. റിട്ടേൺ അതായത് നമുക്ക് ഇതിന്റെ വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ലോകമാണ്. പക്ഷെ നമുക്ക് ഭഗവാനോടൊത്ത് ലീലകൾ ചെയ്ത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഗോലോകത്ത് തന്നെ എത്തണം. അപ്പൊ നമ്മുടെ ചിന്ത ഗോലോകത്തേക്ക് പോകാനാവരുത്, അല്ല വൈകുണ്ഠത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാവരുത്. നമ്മൾ ഗോലോകത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഹരേ കൃഷ്ണ. മാതാജി, ഈ ദ്രൗപദിയുടെ 5 പുത്രന്മാരാരൊക്കെയൊന്ന് പറയാവോ? എന്താ മാതാജി? ദ്രൗപദിയുടെ 5 പുത്രന്മാരെ കുറിച്ച് മാതാജി പറഞ്ഞില്ലേ? അവരുടെ പേരുകളൊക്കെ എന്തൊക്കെയാണ്? അത് എനിക്ക് അതിനെപ്പറ്റി നോക്കണം. കൂടുതൽ പറയുന്നുണ്ടോ? അത് ഇതില് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഗുണങ്ങളുണ്ടോ മാതാജി? അല്ല, ഓരോ പുത്രന്മാർക്ക് ഓരോ ഗുണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ മാതാജി. ദ്രൗപദിയുടെ പുത്രന്മാർ ആരൊക്കെയാണ്, അവര് എവിടെ നിന്നായിരുന്നു വന്നിരുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. അതെന്താന്നാ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കർമ്മബലാന്ന് മാതാജി പറഞ്ഞല്ലോ. അപ്പൊ ഇവർക്ക് യോഗ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ മാതാജി. ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ദേവകിയുടെ പുത്രന്മാർക്കും അവർക്കൊക്കെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. ചിന്തിച്ചോ? ഉണ്ടാവും. പക്ഷെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഹരേ കൃഷ്ണ. മാതാജി ഞാൻ പറഞ്ഞു തരട്ടെ ആ പേരുകള്? ഓക്കെ, പറഞ്ഞോളൂ മാതാജി. പിന്നെ പ്രതിവിന്ധ്യൻ, സൂതസോമൻ, ശ്രുതകീർത്തി, ശതാനികൻ, ശ്രുതസേനൻ, ഇങ്ങനെ 5 പേര്. താങ്ക് യു മാതാജി. ഓക്കെ, വന്ന് കാണത്തില്ലായിരിക്കും. പ്രതിവിന്ധ്യൻ, സുതസോമൻ, ശ്രുതകീർത്തി, ശതാനികൻ, ശ്രുതസേനൻ. ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാ. ഓക്കെ. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ പ്രണാമം. അപ്പൊ എല്ലാവർക്കും ഹരേ കൃഷ്ണ. അനന്തകോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ജയ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. ക്ലോസ് ചെയ്യട്ടെ മാതാജി? ക്ലോസ് ചെയ്യട്ടെ? ഓക്കെ മാതാജി. താങ്ക് യു മാതാജി. എല്ലാവരും ബ്രഹ്മോത്സവത്തിന് കാണാം. തീർച്ചയായും മാതാജി, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.